നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമസ്കാരം. ഇരിക്കണം. എങ്ങനെയുണ്ട് ഇപ്പോ? വേദന കുറവുണ്ട്. അങ്കിളിപ്പോ വന്നു. ഇപ്പൊ വന്നേ ഉള്ളൂ. സച്ചിയും കൂട്ടി വരാന്നാ കരുതിയത്. അവൻ ഓഫീസിൽ എന്തോ അത്യാവശ്യം, അതാ പിന്നെ സന്ദീപിനെയും കൂട്ടി വന്നത്. കാര്യങ്ങളൊക്കെ അർച്ചന മോളും സച്ചിയും പറഞ്ഞു. എല്ലാം വിധിയെന്നോർത്ത് സമാധാനിക്കാൻ നല്ലത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോളോട് ഉണ്ടായിരുന്നോ? അല്ല, ആവണി മോളെവിടെ? ഇവിടെ അടുത്തൊരു വീട്ടില് ട്യൂഷൻ വിടുന്നുണ്ട്, അവിടെ പോയിരിക്ക. അന്ന് സന്ദീപിന്റെ അനഘയുടെയും വിവാഹത്തിന് വന്ന ശേഷം നിങ്ങളെ ആരെയും അങ്ങോട്ട് കണ്ടില്ല. എന്തുപറ്റി? എന്റെ ഗുരുതുല്യനായൊരു സ്വാമിയുണ്ട്, വൈകുണ്ഠസ്വാമി. അദ്ദേഹം ചില തടസ്സങ്ങൾ പറഞ്ഞതുകൊണ്ടാ ഈ വിവാഹം നീട്ടിവെച്ചത്. ഉടനെ ഞാൻ ആശ്രമത്തിലേക്ക് പോകുന്നുണ്ട്. എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഇവന്റെ വിവാഹം ഉടനെ നടത്തണം. ഞാനായിട്ടുണ്ടാക്കിയ പുകിലുകളായത് മുഴുവൻ. ചുമ്മാ ഇരുന്ന പിള്ളേരുടെ മനസ്സിലേക്ക് ആഗ്രഹം കുത്തിവെച്ചത് ഞാനാ. അതുടനെ നടത്തിയില്ലെങ്കിൽ ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടും. പിന്നെ സേതുവേട്ടന് കുടിക്കാൻ എന്താ വേണ്ടേ? ചായ തന്നെ മതി. ഞാൻ ചായ എടുക്കാം. അതിലേ വാ. ആതിരയ്ക്കും വിവാഹപ്രായമൊക്കെ ആയി. ആലോചനകൾ വല്ലതും നോക്കുന്നുണ്ടോ? ഒരു വിവാഹം ഏതാണ്ട് ഉറപ്പിച്ച മട്ട. നന്നായി. പെൺകുട്ടികളെ വേഗം കെട്ടിച്ചയക്കുന്നത് തന്നെയാ നല്ലത്. ഇവന്റെ കാര്യം കഴിഞ്ഞു വേണം സ്നേഹയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. അതിലൊന്നും എനിക്കൊരു ടെൻഷനുമില്ല. ടെൻഷൻ മുഴുവൻ ഇവന്റെയും അനഘയുടെയും കാര്യത്തിലാണ്. ആതിരയെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യന് എന്താ ജോലി? ടൗണിലൊരു മൊബൈൽ ഷോപ്പ് നടത്തുക. എന്റെ അവസ്ഥയൊന്ന് മാറിയാൽ അത് നടത്താനാണ് തീരുമാനം. ഞാനിപ്പോ എവിടേക്ക് വന്നത് പറയണമെന്നില്ല. എനിക്കറിയാൻ കാര്യം എന്താന്ന്. അർച്ചനയോടൊപ്പം ഞാനും ഇക്കയും നിൽക്കരുത്. അർച്ചനയെ സഹായിച്ച ഞങ്ങൾക്ക് ആപത്താണ്. ഇതൊക്കെയല്ലേ കണ്ടന്റ്? അത് തന്നെയാ. പക്ഷേ കഥയിൽ വലിയൊരു ട്വിസ്റ്റ് വന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അർച്ചന പ്രസവിക്കില്ലാന്ന് എല്ലാരെയും അറിയിക്കുന്ന ചടങ്ങാ. രണ്ടുപേരുടെ മുഖത്ത് ഞെട്ടലിന് പകരം പുച്ഛം വന്ന് നിറഞ്ഞെന്റെ കാര്യം എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ പേടിപ്പിക്കാൻ എപ്പോഴത്തെയും പോലെ വെറുതെ പറയുന്നതെന്നുള്ള ധാരണയല്ലേ? എന്നാൽ അങ്ങനെ അല്ല. അർച്ചന അവന്തികയാവാൻ നോക്കുന്നുണ്ട് നെല്ലിശ്ശേരി വീട്ടിൽ. കുടുംബ പാരമ്പര്യം എടുത്താലും ജനുസിന്റെ ഗുണം എടുത്താലും അവന്തികയ്ക്ക് താഴെയാ എപ്പോഴും അർച്ചന. അങ്ങനെ ഉറപ്പിച്ചു പറയാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവന്തികയെ നിന്റെ മുഖത്ത് ആരും മനസ്സിലാക്കില്ല എന്ന് കരുതി ഭയം ഒളിപ്പിക്കുന്നത്? നാവ് കള്ളം പറയുമ്പോഴും നിന്റെ മുഖം വിളിച്ച് പറയുന്നുണ്ട് സത്യങ്ങളെല്ലാം. അർച്ചന പ്രഗ്നന്റ് ആവില്ല എന്ന് വളരെ കുറച്ചു പേർ മനസ്സിൽ സൂക്ഷിക്കുന്ന സത്യത്തെ നീ എല്ലാവരെയും അറിയിക്കുമ്പോൾ നീ കരുതുന്നത് തന്നെ നടക്കുമെന്ന് നിനക്കെന്താ ഇത്ര ഉറപ്പ്? ഈ ലോകത്ത്
കുഞ്ഞുങ്ങളുണ്ടാവാത്ത ആദ്യത്തെ ആളൊന്നും അല്ല അർച്ചന. ധാരാളം പേരുണ്ട്. അതൊരു മാറാത്ത വിഷമമായി കൂടെ ഉള്ളപ്പോഴും സ്നേഹം കൊണ്ട് മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്നവര്, അതിലൊരാളാണ് അർച്ചനയും. കൊള്ളാം. ഡോക്ടറുടെ ഈ വാക്ക് മതി അർച്ചനയ്ക്ക് സ്വർഗരാജ്യത്ത് ഒരു മുൻ സീറ്റ് കിട്ടാൻ. ഇനി അർച്ചനെ വാഴ്ത്തപ്പെട്ടവളായി കൂടെ പ്രഖ്യാപിച്ച എല്ലാം തികഞ്ഞു. എനിക്കറിയാം ആ സത്യം ഞാൻ എല്ലാവരെയും അറിയിക്കുമ്പോ എന്താ നടക്കാൻ പോകുന്നതെന്ന്. നെല്ലിശ്ശേരി വീടൊന്ന് കുലുങ്ങും. കുലുക്കു ഈ അവന്തിക. അതിനുള്ള സാമർഥ്യം എനിക്കുണ്ട്. അതെനിക്കറിയാം. ആ സാമർത്ഥ്യം നീ പലപ്പോഴേ കാണിക്കുന്നുണ്ടല്ലോ. നീയൊക്കെ എന്റെ എന്ത് സാമർഥ്യം കണ്ടുന്നാ? ഞാനത് കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ സന്ധ്യയെ. ഇടയ്ക്ക് ഞാനൊന്ന് പതറിപ്പോയി എന്നുള്ളത് സത്യ. നെല്ലിശ്ശേരി മുച്ചൂടും മുടിക്കാൻ തീരുമാനിച്ചിറങ്ങിയ ശേഷം അവന്തികയ്ക്ക് തെറ്റു പറ്റിയിട്ടില്ലായിരുന്നു അർച്ചന അവിടേക്ക് വരുന്നത് വരെ. അവളെ ഞാനൊരു ശത്രുവായി കണ്ടില്ല എന്നുള്ളത് സത്യ. ഇപ്പോഴും കാണുന്നില്ല. കാരണം അവൾക്ക് ജയിക്കാൻ നിങ്ങളുടെയൊക്കെ സഹായം വേണം. അവന്തികയ്ക്ക് അതിന്റെ ആവശ്യമില്ല. ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാനും തല വെട്ടി വീഴ്ത്താനും മനസ്സ് പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഞാൻ. എന്റെ കത്തിമുനയിലോ അവളുടെ അടിവയറ്റിൽ എന്റെ ഒരു ചവിട്ടിലോ തീരാവുന്നതേ ഉള്ളൂ അർച്ചന എന്ന എന്റെ ശത്രു. പിന്നെ ചെയ്യാത്തത് അവളായിട്ട് ഒഴിഞ്ഞു പോണം. ആ വീട്ടിൽ നിന്നും എല്ലാവരുടെയും മനസ്സിൽ നിന്നും എന്റെ കൺമുന്നിൽ നിന്നും. അതിനെന്റെ കയ്യിലുള്ള ആയുധ നേരത്തെ ഞാൻ പറഞ്ഞ പരസ്യമാകുന്ന രഹസ്യം. ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാവുക. സത്യം എല്ലാരും അറിയുമ്പോ അർച്ചനയെ കൂടുതൽ സ്നേഹിക്കുകയുള്ളൂ. കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞ ഉടനെ അടിച്ചിറക്കി പിണ്ടം വയ്ക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു. അവന്തികയെ പോലെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുടെ മനസ്സിലേ ഉള്ളൂ അത്തരം ആചാരങ്ങളൊക്കെ. എന്നെപ്പോലെ നെല്ലിശ്ശേരിയിലെ എല്ലാവരെയും കൊണ്ട് ഞാൻ ചിന്തിപ്പിച്ച പോരെ. ഒരു പേരക്കുട്ടിക്ക് വേണ്ടി ആറ്റുനോറ്റ് കാത്തിരിക്കുന്ന സേതുമാധവന്റെ സ്വപ്നം വിഫലമാണെന്ന് അറിയുമ്പോ, താൻ താലി കെട്ടിക്കൊണ്ടുവന്ന ഭാര്യ ഒരു മച്ചിപ്പശുവിന് തുല്യമാണെന്ന് അറിയുമ്പോഴും അർച്ചനയോട് അവർക്ക് സ്നേഹമാണെന്ന് തോന്നുന്നതെങ്കിൽ ആ സ്നേഹത്തെ വെറുപ്പാക്കി മാറ്റാൻ ഈ അവന്തികയ്ക്കറിയാം. അതുകൊണ്ട് അവള് പറഞ്ഞ് മനസ്സിലാക്ക്, എന്നോടുള്ള ഈ കളി തീക്കളിയാണെന്നും എല്ലാം അവസാനിപ്പിക്കാനും. അത്രത്തോളം കാലം ആ പരമമായ സത്യം എന്റെ ഉള്ളിലിരിക്കും. അതല്ല എന്നെ തറ പറ്റിച്ചേ അടങ്ങൂന്നുള്ള വാശിയിൽ കച്ചകെട്ടി ഇറങ്ങുകയാണെങ്കിൽ പിന്നെ എന്റെ നാവിന്റെ കെട്ട് ഞാനങ്ങ് അഴിച്ചുവിടും. മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തേക്ക് നിന്റെ പുതിയ കൂട്ടുകാരിക്ക്. അവന്തിക ഒന്നവിടെ നിന്നേ. നീ ഈ പറയും പറയുന്ന കാര്യം നിനക്കിനി ഒരിക്കലും പറയാൻ പറ്റില്ല. അതിനു മുന്നേ നീ നെല്ലിശ്ശേരി പടിയിറങ്ങും. ഇറക്കും അർച്ചന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.